റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. റഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടുപോയി സഹാബ. വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ, ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് സ്ത്രീകളെയാണ്, സ്ത്രീവർഗത്തെയാണ്, വർഗത്തെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, സഹാബത്തുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, അയുക്ഫിർന ബില്ലാഹ്, നബിയേ നബിയേ, അവരല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാണോ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ പടച്ച റബ്ബിനോട് നന്ദികേട് കാണിച്ചിട്ടാണോ അവരെ നരകത്തിലേക്ക് കൂടുതലായി കാണപ്പെട്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, റബ്ബിനോടും നന്ദികേട് കാണിക്കുന്നവരാണ്, അവരുടെ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നവരാണ്. എങ്ങനെയുള്ളവരെന്നറിയുമോ? ഹബീബായ നബി തങ്ങൾ പറയുകയാ, സ്വന്തം ഭർത്താവിനെ കുറിച്ച് നാട്ടുകാരോട്, അയൽവാസികളോട്, കൂട്ടുകാരികളോട് മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുന്ന പെണ്ണാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലോ, ഇന്നി ലൗ ബഗദുൽ മർആ തഖറുജു മിൻ ബൈതിഹാ തജറു ദൈലഹാ വതസ്തകി അൻ സൗജിഹാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് അനാവശ്യമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാരികളോട്, നാട്ടുകാരോട് മോശപ്പെട്ടതാകുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞു നടക്കുന്ന പെണ്ണുണ്ടോ, അവളെ എനിക്ക് കാണണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്, പെണ്ണേ എനിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യമാണ്. ഇന്നീല ഉബഗിദുൽ മർആ, നിശ്ചയം ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്, ദേഷ്യമാണ്. എങ്ങനത്തെ പെണ്ണെന്നറിയുമോ? തഖറുജു മിൻ ബൈതിഹാ, അവളുടെ പാവപ്പെട്ട ഭർത്താവുണ്ട്, അവൾക്ക് വേണ്ടി പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവരാണ്, അവൾക്ക് വേണ്ടി ദൈനംദിന ജീവിതത്തിന് വേണ്ടി രാവിലെ സുബഹിയുടെ ബാങ്ക് മുഴങ്ങുമ്പോ HMD കോളനിയിൽ നിന്ന് അതാ പാവപ്പെട്ട സഹോദരൻ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് കട തുറക്കാൻ വേണ്ടി പുറപ്പെടുന്ന സഹോദരനാ, കൂലിത്തൊഴിലാളിയാകുന്ന ചെറുപ്പക്കാരനാണ്. അവൻ വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവിനെ മറന്നിട്ട് മറ്റുള്ളവരുടെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? കാമുകന്മാരുമായി ചാറ്റിംഗ് നടത്തുന്നതാകുന്ന സഹോദരിമാരുണ്ടോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്നി ലൗ ബഗദുഹാ, അവളെ എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്, ദേഷ്യമാണ്. തഖറുജു മിൻ ബൈതിഹാ, അവൾ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഇറങ്ങുന്നവളാ, അണിഞ്ഞൊരുങ്ങി ഇറങ്ങുന്നവളാണ്. തജറു ദൈലഹാ, അവളുടെ തുണിയുടെ കോന്തൽ നിലത്തുകൂടി വലിച്ചടച്ചുകൊണ്ട് നടക്കുന്നവളാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ, ഉലമാക്കൾ രേഖപ്പെടുത്തുകയാ, അറിയണേ അറിയണേ, അവൾ പോകാത്ത വഴികളില്ല, അവൾ പോകാത്ത മാളുകളില്ല, അവൾ പോകാത്തതാകുന്ന പാർക്കുകളില്ല, അവൾ പോകാത്ത കടൽ തീരങ്ങളില്ല, അവൾ പോകാത്ത റെസ്റ്റോറന്റുകളില്ല, അവൾ പോകാത്ത മോട്ടലുകളില്ല, അവൾ പോകാത്ത ഹോട്ടലുകളില്ല, അവൾ കഴിക്കാത്തതാകുന്ന ഭക്ഷണങ്ങളില്ല. ഭർത്താവില്ലാത്ത സമയത്ത് കറക്കമാണ്, കറക്കമാ. അത്തരത്തിലുള്ള പെണ്ണുങ്ങളെ എനിക്ക് കണ്ണിൽ കണ്ടുകൂടാ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആതിരശിക്കുമാറാവട്ടെ, അല്ലാഹു ആതിരശിക്കട്ടെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് പരിശുദ്ധമാകുന്ന റമദാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് 5 വഖ്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞാൽ അവൾക്ക് സ്വർഗമാണ്, സ്വർഗമാണ്. നബിയുനാ റസൂലുള്ളാഹി